ജീവിതത്തിൽ എവിടെയെങ്കിലും നീ തഴയപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, തോറ്റുപോയി ഞാൻ എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോൽവി ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണുനീരായും പ്രാർത്ഥനയായും സ്തോത്രമായും അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തമ്പുരാന്റെ കാലെ പിടിച്ച് അലറിക്കൂവി നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഉറപ്പിച്ചോ, നീ എഴുതി വെച്ചോ, എൻ്റെ ദൈവം നിന്നെ മാനിച്ചിരിക്കും. പക്ഷേ എസ്കേപ്പ് ചെയ്തു പോകരുത്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്, 1 പത്രോസ് 5:6, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുകയും. വെയിറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ കഴിവുകൊണ്ടും നമ്മളുടെ ബുദ്ധി കൊണ്ടും നമ്മളുടെ ഐഡിയകൾ കൊണ്ടും ചില കുരുത്തക്കേടൊക്കെ കാണിച്ച് നമ്മൾ ഒപ്പിച്ചെടുക്കുന്ന, നമ്മൾ ഉണ്ടാക്കിയെടുത്ത പണവും നമ്മൾ ഒപ്പിച്ചെടുത്ത മൈലേജും പ്രശസ്തിയൊക്കെ ഉണ്ടല്ലോ, പൊടിഞ്ഞു പോകും. പക്ഷെ ദൈവം നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കാര്യം തുറന്നു തന്നാലുണ്ടല്ലോ, അത് ഉറപ്പുള്ള പാറയായിരിക്കും. എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെനിക്കുള്ളതല്ലായിരുന്നു. അതിനകത്ത് എവിടേക്കോ എൻ്റെ കൊതികളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ കുറച്ച് പിടിവാശികളും ഒക്കെ ആ സാധനത്തിലുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു നന്മ ഇപ്പം നിലനിൽക്കുന്നെങ്കിൽ, വിട്ടുപോകാതെ നിൽക്കുന്നെങ്കിൽ, ആ ഫേവർ എൻ്റെ ദൈവം ഞാൻ ആരെന്ന് മനസ്സിലാക്കി, എൻ്റെ കുറവും നിറവും എല്ലാം മനസ്സിലാക്കി അതെനിക്ക് തന്നിരിക്കുക. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. ഞാൻ ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഒരുപോലെ ക്ലാസ് റൂമിൽ പരീക്ഷാ സമയത്ത് വിതരണം ചെയ്യും. ഒരു വിദ്യാർത്ഥിക്ക് പോലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാതിരിക്കത്തില്ല. എല്ലാവരും എക്സാം ആ ഹോളിൽ അറ്റൻഡ് ചെയ്യും. എന്നാൽ ആ ഹോളിനകത്ത് ഒത്തിരി ഉറക്കം ഉളച്ചവൻ, കഷ്ടപ്പെട്ടവൻ, പട്ടിണി കിടന്നവൻ, വാരാത്രിക്ക് എഴുന്നേറ്റ് പഠിച്ചവൻ ഇങ്ങനെ പടപട എഴുതും. നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോ, പരീക്ഷകൾ എല്ലാവരുടെയും മുമ്പിൽ വരും. പക്ഷേ ദൈവസന്നിധിയിൽ കഷ്ടപ്പെട്ടവൻ, കരഞ്ഞവൻ, പ്രാർത്ഥിച്ചവൻ, കാത്തിരുന്നവൻ, ഉറക്കമുളച്ചവൻ അവൻ എഴുതി ജയിക്കും. അടുത്തിരിക്കുന്ന ആളോട് ഉറപ്പിച്ച് പറഞ്ഞോ, നീ തോറ്റു പോകത്തില്ല. പറഞ്ഞോ, നീ തോറ്റു പോകത്തില്ല. തോറ്റു പോകാൻ ദൈവം അനുവദിക്കത്തില്ല.